السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم فستبصر ويبصرون. ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ ഫാറൂഖ് സാഹിബ്, വേദിയിലും സദസ്സിലുമായി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജുബൈൽ ദഅവ സെന്റർ സംഘടിപ്പിക്കുന്ന ഏകദിന മതപഠന ക്യാമ്പിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സത്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രതിഫലമാണ് ഈ ഇരുത്തത്തോടു കൂടി നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, നമുക്കറിയാം, ഒരു മതവിജ്ഞാന ക്ലാസ്സിൽ പങ്കെടുക്കുന്നു എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന ഒരു സദസ്സ്. രണ്ടാമതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള പുണ്യമാണ് ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ പരിശുദ്ധമായ ജുമുഅ നമസ്കാരവും ഖുത്ബയും ശ്രവിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള മറ്റൊരു പുണ്യവും കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സദസ്സാണ്. ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുവാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം ഇതോടുകൂടി അവസാനിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട്. ഈ ഭൗതിക ജീവിതത്തോടു കൂടി അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിന് ശേഷം ഇതിന്റെ അവസാനത്തോടു കൂടി നമുക്കൊരു മരണമുണ്ട്. ഭൗതിക ജീവിതത്തോടു കൂടി ഒരു മരണമുണ്ട്. ആ മരണത്തിന് ശേഷം പരലോക ജീവിതം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. ആ മരണത്തെ തൊട്ട് നമുക്കറിയാം, ഏതൊരാൾക്കും തന്നെ ഒരാൾക്കും ഈ മരണത്തിൽ നിന്ന് പിന്മാറാൻ സാധ്യമേ അല്ല. ശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചുവല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏതൊരു ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. അതുതന്നെ
നാളെ ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു എന്ന്. അതേ പ്രകാരം ഏത് ഭൂമിയിൽ വെച്ച് നാം മരണപ്പെടുന്നുവെന്നോ ഒരാൾക്കും തന്നെ ഉറപ്പ് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ആ മരണം, ഒരാൾക്കും തന്നെ ഞാൻ മരിക്കാനില്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ സാധിക്കാത്ത ആ മരണം നമുക്ക് വരാനിരിക്കുന്നു എന്നുള്ളത് ആമുഖമായി മനസ്സിലാക്കുക. അത് ഏത് രൂപത്തിലാണ് മരിക്കുന്നത് എന്നോ എങ്ങനെയാണ് മരിക്കുക എന്നോ എപ്പോൾ വെച്ച് എപ്പോൾ എവിടെ വെച്ച് മരിക്കുന്നു എന്ന് ഒരാൾക്കും തന്നെ ഉറപ്പുവരുത്താൻ നമുക്ക് ഉറപ്പിക്കാൻ സാധ്യമല്ല. ഉറങ്ങാൻ കിടക്കുന്ന ആളുകൾ രാവിലെയായാൽ വിളിച്ചു നിർത്തുമ്പോൾ എഴുന്നേൽക്കാത്ത അവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. അതേ പ്രകാരം കളിച്ചുകൊണ്ടിരിക്കെ ഫുട്ബോൾ ഗ്രൗണ്ടിലാകട്ടെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാകട്ടെ അവിടെ കിടന്നുകൊണ്ട് കളിക്കിടെ മരണപ്പെടുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. നമസ്കാരത്തിലായിരിക്കെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നമസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് പിന്നീട് ആ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ അത്തഹിയ്യാത്തിലേക്ക് ഇരിക്കാൻ സാധിക്കാത്ത മനുഷ്യരെ, മുഅ്മിനീങ്ങളെയും സത്യവിശ്വാസികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കെ ആരോഗ്യവാനായ ചുറുക്കുള്ള ചെറുപ്പക്കാർ പോലും അതാ ഒരു ഹൃദയാഘാതം, ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ടുകൊണ്ട് മരണപ്പെടുന്ന സംഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ചീത്ത പ്രവൃത്തിയിലായിക്കൊണ്ടിരിക്കെ, ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കെ, അതല്ലെങ്കിൽ തന്റെ വീട്ടിൽ വെച്ച് സിനിമയോ സീരിയലോ മറ്റും കൊണ്ടിരിക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ, ആ രൂപത്തിലും അല്ലാഹുവിന്റെ മരണം നമ്മെ പിടികൂടുന്നതായി നാം കണ്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ വെച്ചാണ്? ഒരു ആക്സിഡന്റ് ആയിരിക്കാം സുഹൃത്തുക്കളെ, വാഹനത്തിലായിക്കൊണ്ടിരിക്കെ, അത് കരയിലാവട്ടെ, കടലിലാവട്ടെ, കപ്പലിലാവട്ടെ, ആകാശത്താവട്ടെ, വിമാനത്തിലായിക്കൊണ്ടിരിക്കെ, എവിടെ വെച്ചാണ് നമ്മുടെ മരണം എന്ന് നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ സാധ്യമല്ല. വാഹനത്തിൽ വെച്ചായിരിക്കും. അറിയോ? നമുക്കല്ല, പലർക്കും, ഈ കൂട്ടത്തിലിരിക്കുന്ന പലർക്കും നമ്മോട് കഴിഞ്ഞ റമദാനിൽ വിട്ടുപോയ ഒരു സുഹൃത്തായിരുന്നു കുവൈത്തിൽ ജോലി ചെയ്യുന്ന സാദ് എന്ന് പറയുന്ന സഹോദരൻ. അദ്ദേഹത്തിന്റെ മരണ വാർത്ത ആദർശ സ്നേഹികളെ വളരെയധികം ദുഃഖിപ്പിച്ചൊരു സംഭവമായിരുന്നു. ഖുർആൻ ഹാഫിളാക്കി ദീനീ പ്രബോധനവുമായി കഴിഞ്ഞു കൊണ്ടുപോകുന്ന പോയിരിക്കെ കുവൈത്തിൽ തന്റെ കുടുംബസമേതം താമസിക്കുന്ന ആലപ്പുഴ സ്വദേശി സാദ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം തന്റെ ഉമ്മയും ഉപ്പയും നാട്ടിൽ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കും ഉംറ നിർവഹിക്കുവാൻ വേണ്ടിയും മറ്റും വന്നതായി അറിഞ്ഞു. അതോടുകൂടി തന്നെ തന്റെ മക്കളെയും കൂട്ടി, തന്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം പുറപ്പെടുകയാണ്. മക്കയിലേക്ക് ഒരു ഉംറ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉംറ ചെയ്തു. ഉമ്മയെയും ഉപ്പയെയും കണ്ടു. സഹോദരന്റെ കൂടെ മദീനയിൽ താമസിച്ചു. അത് കഴിഞ്ഞ് റിയാദിലേക്ക് സുഹൃത്തിന്റെ വീട്ടിൽ വന്ന് താമസിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും കുവൈത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അതാ ഹഫ്റൽ ബാത്തിൻ എന്ന് പറയുന്ന ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് ഏകദേശം കുവൈത്തെത്താൻ 200ഓളം കിലോമീറ്റർ ബാക്കിയിരിക്കെ അദ്ദേഹം ഓടിച്ചുകൊണ്ടിരിക്കുന്ന, കുടുംബസമേതം പോയിക്കൊണ്ടിരിക്കുന്ന, 4 മക്കളടക്കം പോയിക്കൊണ്ടിരിക്കുന്ന, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനം അപകടത്തിൽപ്പെടുകയാണ്. പത്രവാർത്തകളുടെ വായിച്ചറിഞ്ഞതാണ് നമ്മള്. എന്താണ്? വേറൊരു വാഹനത്തെ കൊണ്ടുപോയി ഇടിച്ചതോ? ഒന്നുമല്ല. ഒരു വാഹനത്തെ ഇടിച്ചതായിട്ടില്ല അവിടെ. അറിയാം, ഭാര്യ തന്നെ പറഞ്ഞതായിട്ട് അള്ളാഹു ശരിയായിരിക്കും. ഭാര്യ തന്നെ പറഞ്ഞതായിട്ട് പറയുന്നു, സയദ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ ഞങ്ങളോട് പറഞ്ഞു, അല്പം ഒരു വേദന വരുന്നുണ്ട്, കാലിന്റെ കീഴ് ഭാഗത്ത് നിന്ന് വേദന വരുന്നു, നെഞ്ച് വേദനിക്കുന്നു എന്ന് പറഞ്ഞ സയദ്, അതെ, അത് പറഞ്ഞുകൊണ്ടിരിക്കെ വാഹനം ഓടിക്കൊണ്ടിരിക്കെ സയദ് നിശബ്ദനായി. സയദിന് മിണ്ടാൻ കഴിയുന്നില്ല, നിശബ്ദനായി. അത് മാത്രമേ ഭാര്യയ്ക്ക് ഓർമ്മയുള്ളൂ, അത് മാത്രമേ കുട്ടികൾക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്ത് സംഭവിച്ചു ഞങ്ങൾക്കറിയില്ല. റമദാനിൽ നോമ്പെടുത്തുകൊണ്ട് ഫജ്ർ നമസ്കാരത്തിന് അത്താഴം കഴിച്ചുകൊണ്ട് ആ സമയത്തത് അവര് രാവിലെ എത്താൻ വേണ്ടി പുറപ്പെടുകയാണ്. വാഹനം എന്ത് സംഭവിച്ചെന്നറിയില്ല. സയദ് അപകടത്തോടുകൂടി വാഹനം പുറത്തേക്ക് പോയി സയദ് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കൂടെ ഉണ്ടായിരുന്ന ഭാര്യ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
സഅദ് വിളിച്ചിട്ട് ശബ്ദം മിണ്ടുന്നില്ല. അങ്ങനെ അതുവഴി യാത്ര പോയ ആളുകളെ കണ്ട് അവരെ പിടിച്ച് വിവരം അറിയിച്ചു. അവരെ അവിടെ മദീന അസ്കരിയ എന്ന് പറയുന്ന KKMC മിലിറ്ററി സിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുപോയാക്കുകയും വിവരങ്ങൾ പിന്നീട് പലർക്കും കിട്ടുകയാണ് ചെയ്യുന്നത്. കൂടെ ഉണ്ടായിരുന്ന ആ ചെറിയ 4 മാസം പ്രായമായ 4-8 മാസമായ പ്രായമായ കുട്ടിക്ക് അൽഹംദുലില്ലാഹ് ഒന്നും സംഭവിച്ചിട്ടില്ല. മറ്റു കുട്ടികൾക്ക് പരിക്കുകളും ഭാര്യയ്ക്ക് സ്വന്തം എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള കാലിന് എല്ലിന് ചതവുകളൊക്കെ സംഭവിച്ചു. അവസാന നിമിഷത്തിൽ പോലും ഭാര്യ പറഞ്ഞു, എന്റെ സഅദിന്റെ മൃതദേഹം ഒന്ന് എനിക്ക് കാണിച്ചു തരാൻ ആവശ്യപ്പെടൂ. ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു നോക്കി, രക്ഷയില്ല. ഭാര്യയ്ക്ക് മോർച്ചറിയിലിരിക്കുന്ന ഭർത്താവിന്റെ സഅദിന്റെ മൃതദേഹം കാണാൻ താഴോട്ട് വരാനുള്ള ശക്തിയില്ല, ആവതില്ല. ഹോസ്പിറ്റൽ അധികൃതർ സമ്മതിച്ചില്ല. മൃതദേഹം മുകളിലേക്ക് കൊണ്ടുപോകാനും സമ്മതിച്ചില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിലുള്ള അനുഭവം കുടുംബസമേതം യാത്ര ചെയ്തിരിക്കൊണ്ടിരിക്കെ, അതെ, കുവൈത്തിലേക്ക് യാത്ര ജോലി തേടി വന്ന ആളുകള് മക്കയിലേക്ക് പോയി. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും കാലുകുത്താത്ത ഒരു സ്ഥലമായിരിക്കാം അഹ്ഫർ. അവിടെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. അറിയാം, ഞാൻ പറഞ്ഞു വന്നത് എവിടെയാണ് നമ്മളെ മറവ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. സ്വന്തം ഉപ്പയില്ലാതെയാണ് ആ മക്കള് നാട്ടിലേക്ക് മടങ്ങിയിട്ടുള്ളത്. അള്ളാഹു ഈ രൂപത്തിലുള്ള അപകട മരണങ്ങളിൽ നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. സഅദിനെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ പറഞ്ഞു വരുന്നത് ആമുഖമായി സൂചിപ്പിച്ചത് മരണത്തെക്കുറിച്ചാണ്. അപ്പോ പരലോകം, ആ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഒരു പരലോക ജീവിതമുണ്ട്. അത് മാത്രവുമല്ല, അവിടെ സ്വർഗവുമുണ്ട്, നരകവുമുണ്ട്. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ വളരെ പ്രയാസമായ, നരകത്തിലേക്ക് എത്തിച്ചേരാൻ ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഏതൊരാൾക്കും തന്നെ നരകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂല് വർണ്ണിച്ച, അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല, ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനാണ് നാം ഓരോരുത്തരും പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വളരെ പ്രയാസങ്ങളുണ്ട്. ചില്ലറ കാര്യങ്ങളെ കൊണ്ട് ഒരു നമസ്കരിച്ചു കൂട്ടി നോമ്പെടുത്തു കൂട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയില്ല സുഹൃത്തുക്കളെ. അതിന് ചില നിയമങ്ങളും ചില നിബന്ധനകളും ചില നിർദ്ദേശങ്ങളും അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സഫലമായ ജീവിതം എന്നുള്ളതാണുള്ള വിഷയം. നമ്മുടെ ജീവിതം സഫലമായി തീരണമെങ്കിൽ അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളനുസരിച്ച് ജീവിക്കണം, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കണം. ജീവിതം ഇസ്ലാമീകരിക്കണം എന്നർത്ഥം. ജീവിതം നമ്മൾ ഇസ്ലാമികപരമായിട്ട് സംസ്കരിച്ചെടുത്തെങ്കിലേ നമുക്ക് നമ്മുടെ ജീവിതം സഫലമായി തീരുകയുള്ളൂ എന്ന് ആമുഖമായി മനസ്സിലാക്കുക. അതിന് ഞാൻ പറഞ്ഞ ഈ ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും അതേപ്രകാരം ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് പ്രധാനമായി. അറിയാം, ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പ്രധാനമായ ലക്ഷ്യങ്ങളിൽപ്പെട്ടത് അള്ളാഹു നമ്മെ പഠിപ്പിച്ചതല്ലോ. എന്താണത്? അൽ ഇബാദത്തു ലില്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത്. അൽ ഇബാദത്തു ലില്ലാഹ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും അതേപ്രകാരം ജിന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ കുറെ കാലം ജോലിയെടുത്ത്, കുറെ കാലം ഭക്ഷിച്ച്, കുറെ കാലം ഭൗതിക സുഖങ്ങൾ സുഖിച്ച് ജീവിക്കുവാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ആ റബ്ബിലേക്ക് എത്തിച്ചേരണം, റബ്ബിന് ആരാധന അർപ്പിക്കണം എന്നതുള്ള പ്രധാന ലക്ഷ്യം നാം മറന്നു പോകരുത്. നമ്മുടെ നമസ്കാരങ്ങള്, നമ്മുടെ നോമ്പുകള്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്, നമ്മുടെ പ്രാർത്ഥന, ഇതെല്ലാം ആരാധനകളാണ്. തുടങ്ങിയ ധാരാളം കാര്യങ്ങള്, ഇതെല്ലാം അത് അള്ളാഹുവിന് മാത്രമായിരിക്കണം എന്ന് നമുക്കറിയാം. തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് മറ്റു ക്ലാസ്സുകളിൽ അബ്ദുസ്സലാം മദീനി അള്ളാഹുവിനെ അറിയുക എന്നുള്ള വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നതാണ്. ആ വിഷയത്തിൽ വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ആമുഖമായി പറയട്ടെ, ഏതൊരാളുടെയും ആരാധനകൾ, ഏതൊരു ആരാധനയും സ്വീകരിക്കണമെങ്കിൽ 2 നിബന്ധനകളുണ്ട്. നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, എന്തുണ്ടോ, പ്രാർത്ഥനയാവട്ടെ, 2 നിബന്ധനകളുണ്ട്. ശുറൂത്തുൽ ഖബൂൽ, ആരാധനകൾ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ. ഒന്നാമതായി അൽ ഇഖ്ലാസു ലില്ലാഹ്,
നിഷ്കളങ്കമായി ആരാധനകൾ അള്ളാഹുവിന് മാത്രമായി കൊണ്ടായിരിക്കണം. മറ്റൊന്നാണ് ഇത്തിബാഉർ റസൂൽ, അതല്ലെങ്കിൽ ഇത്തിബാഉസ് സുന്ന, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് കൊണ്ടായിരിക്കണം എന്നുള്ളത്. നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ ബുദ്ധിക്കനുസരിച്ചതുപോലെ ആയിരിക്കേണ്ടതല്ല, ചെയ്യേണ്ടതല്ല നമ്മുടെ ആരാധന എന്ന് നാം മനസ്സിലാക്കുക. അതാണല്ലോ വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക. വ അത്തിയുർ റസൂൽ, അല്ലാഹുവിന്റെ ദൂതരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കി കളയരുത്, അമലുകൾ നിങ്ങൾ ഇല്ലാതെ ആക്കി കളയരുത്. സൂറത്തുൽ അൻഫാൽ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. അതേപ്രകാരം തന്നെ ഇത്തിബാഉർ റസൂലും, റസൂലിനെ പിൻപറ്റുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങളെ പ്രവാചകരോട് പറയാൻ കൽപ്പിക്കുന്നു, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ പ്രവാചകനായ എന്നെ നിങ്ങൾ പിൻപറ്റുക. എന്നാൽ എന്താണ്? യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, മാത്രവുമല്ല നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തരുന്നതുമാണ്. അല്ലാഹു ഗഫൂറുർ റഹീം. സൂറത്ത് ആല ഇമ്രാൻ 31-ാമത്തെ ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. വിശദീകരിക്കുന്നില്ല, ആ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അടുത്ത സെഷനുകളായിട്ട് അത് കേൾക്കാൻ സാധിക്കും. ഞാൻ ഈ സെഷനിൽ ഊന്നിപ്പറയാൻ തന്നെ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, നമ്മുടെ ജീവിതം സഫലമായി തീരണമെങ്കിൽ ഞാൻ പറഞ്ഞു, ഒന്നാമതായിട്ട് ഇബാദത്ത്, രണ്ടാമതായി പ്രധാനപ്പെട്ട ഒന്നാണ് അഖ്ലാഖ് എന്നുള്ളത്, നമ്മുടെ സ്വഭാവം അത് സൽ സ്വഭാവമായിരിക്കണം എന്നുള്ളത്. സൽ സ്വഭാവം വളരെയധികം ഇസ്ലാം മഹത്തായ സ്ഥാനം കൽപ്പിക്കുന്ന ഒന്നാണ് അഖ്ലാഖ് എന്നുള്ളത്. എത്രത്തോളം വെച്ചാൽ സൽ സ്വഭാവത്തെ ഈമാനിന്റെ പൂർത്തീകരണമായിട്ടാണ് വിശ്വാസം പറഞ്ഞിട്ടുള്ളത്. ഈമാനിന്റെ പൂർത്തീകരണം, നമ്മുടെ ഈമാൻ പരിപൂർണമായി തീരണമെങ്കിൽ സൽ സ്വഭാവമുള്ളവരായി തീരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളിൽ വിശ്വാസം സമ്പൂർണമായവരെ അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാകുന്നു. അഹ്സനുഹും ഖുലുഖാ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അതേപ്രകാരം തന്നെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന 2 കാര്യങ്ങൾ റസൂൽ പഠിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന 2 കാര്യങ്ങൾ. അതായിട്ട് റസൂലുള്ളാഹി ഒന്ന് പറഞ്ഞത് അക്സറു മാ യുദ്ഖിലുൻ നാസൽ ജന്ന, ഒന്നാമതായി തഖ്വല്ലാഹ്. അല്ലാഹുവിലുള്ള തഖ്വ ഭയഭക്തിയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി റസൂലുള്ളാഹി എണ്ണി വഹുസ്നുൽ ഖുൽഖ്, ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവം എന്നുള്ളത് ഇമാം തുർമുദിയും ഇമാം ഹാക്കിമും എല്ലാം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഏറ്റവും മഹത്തായ ഗുണങ്ങളിൽപ്പെട്ടത്. അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുമെല്ലാം ഏറ്റവും മഹത്തായ ഗുണങ്ങളിൽപ്പെട്ടതാണ് ഇത് എന്ന് ഹുസ്നുൽ ഖുൽഖ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു. എന്താണത്? വ ഇന്നക ലഅലാ ഖുൽഖിൻ അളീം. പ്രവാചകരെ, തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു. വ ഇന്നക ലഅലാ ഖുൽഖിൻ അളീം. ഏപ്രകാരം റസൂലിന്റെ വചനം തന്നെ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്രയധികം പ്രാധാന്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ. ധാരാളം ഹദീസുകൾ നമുക്ക് എടുത്ത് ഉദ്ധരിക്കാൻ സാധിക്കും. സമയക്കുറവ് കാരണം ഞാൻ ചുരുക്കുകയാണ്. ഹദീസുകൾ അതിന്റെ പ്രാധാന്യം ചുരുക്കുകയാണ്.
അത് വിവിധ ഇനങ്ങളാണ്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലുള്ള മാത്രമല്ല സൽസ്വഭാവം. സംസാരം നന്നാക്കിയെടുക്കുക, അവന്റെ പെരുമാറ്റം നന്നാക്കിയെടുക്കുക, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നല്ല രൂപത്തിൽ സംസാരിക്കുക, അത് മാത്രമല്ല നമ്മുടെ സ്വഭാവം നന്നാവാൻ തന്നെ സൽസ്വഭാവം എന്നുള്ളത്. അറിയാം, നല്ല വാക്ക് പറയല്, അതേപ്രകാരം മുഖപ്രസന്നത, ഏതൊരാളെ കണ്ട് പുഞ്ചിരിക്കുന്ന രൂപത്തിലുള്ള മുഖപ്രസന്നത, അതേപ്രകാരം മനുഷ്യരെ സഹായിക്കുക, മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കുക, ക്ഷമിക്കുക, സഹിക്കുക, ക്ഷമ, സഹനം, അതേപ്രകാരം കോപം നിയന്ത്രിക്കുക തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തിൽ എത്രത്തോളം കുടുംബബന്ധം ചേർക്കുന്നത് വരെ സൽസ്വഭാവമാണ്. ഈ ധാരാളം വിശാലമായ ഒരു വിഷയമാണ്. ഹദീസുകളിലൂടെ നമുക്ക് കണ്ണോടിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ ഒന്നുകൂടി മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്തു നോക്കുക. ഔസൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് ചെയ്തു. ആരോട്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി വസിയ്യത്ത് നൽകിയ വസിയ്യത്ത് ബി വസിയ്യത്തിൻ അദീമത്തിൻ. ഫഖാല, പ്രവാചകൻ പറഞ്ഞു, യാ അബൂ ഹുറൈറ, അല്ലയോ അബൂ ഹുറൈറ, അലൈക ബിഹുസ്നിൽ ഖുൽഖ്, അലൈക ബിഹുസ്നിൽ ഖുൽഖ്. ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, താങ്കൾ നല്ല സൽസ്വഭാവമുള്ളവനായി തീരുക. അലൈക ബിഹുസ്നിൽ ഖുൽഖ്. ഖാല അബൂ ഹുറൈറ, അപ്പോൾ അബൂ ഹുറൈറ തിരിച്ചു ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുൽഖ് യാ റസൂലല്ലാഹ്, സൽസ്വഭാവം എന്താണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ ഖാല തസിലു മൻ ഖതാക, എന്താണ് സൽസ്വഭാവം അറിയാം? അതിൽ റസൂൽ നൽകിയ മറുപടി തസിലു മൻ ഖതാക, ബന്ധം വിച്ഛേദിച്ചവനോട് ബന്ധം ചേർക്കലാണ്. കുടുംബബന്ധം വിച്ഛേദിച്ചവനോട് കുടുംബബന്ധം ചേർക്കലാണ് സൽസ്വഭാവം ഒന്നാമതായി റസൂൽ പറഞ്ഞത്. എന്നിട്ട് റസൂൽ തുടർന്നു, വതഅഫു അമ്മൻ വലമക, നിന്നെ ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കലാണ്. രണ്ടാമതായി റസൂൽ, നിന്നെ ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കുക. വതഅതി മൻ ഹറമക, നിനക്ക് ദാനം നൽകാത്തവന് നീ ദാനം നൽകുക. നിനക്ക് ദാനം നൽകിയിട്ടില്ല എങ്കിൽ പോലും നീ തിരിച്ചു ദാനം നൽകിക്കൊള്ളുക എന്ന് ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും, ഏതെല്ലാമാണ് സൽസ്വഭാവങ്ങൾ എന്ന് വിശദീകരിക്കണം പല ഹദീസുകളായിട്ട്. അല്ലാഹുവിലേക്ക് ഏറ്റവും അഹബ്ബ് ഇഷ്ടപ്പെട്ട ആൾ, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അൻഫഉഹും, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ്. സ്വന്തം കാര്യം ശ്രദ്ധാഭാവം, സ്വന്തം കാര്യം നോക്കുന്ന ആളുകളല്ല, മറ്റുള്ള ജനങ്ങൾക്ക് പോലും ഉപകാരം ചെയ്യുന്ന ആളുകളാണ്. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിലേക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അതെന്താണ്? പ്രവർത്തനമാണ് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, മറ്റൊരു സഹോദരൻ, ഒരു മുസ്ലിമായ തന്റെ സഹോദരന്റെ ഹൃദയത്തിലേക്ക് നൽകുന്ന സുറൂർ, അതായത് സന്തോഷം. തന്റെ സഹോദരന്, മുസ്ലിമായ തന്റെ സഹോദരന് മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും സൽസ്വഭാവമായിട്ട് റസൂൽ എണ്ണി. ഔ തക്ഷിഫു അൻഹു കുർബതൻ, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടകറ്റുക എന്നുള്ളത്, തന്റെ സഹോദരന്റെ മറ്റൊരാളുടെ ബുദ്ധിമുട്ടകറ്റി കൊടുക്കുക. ഔ തഖ്ലീദൻ, അതല്ലെങ്കിൽ കടമ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരന്റെ കടം വീട്ടി കൊടുക്കുക. ഔ തത്റുദ അൻഹു ജുഅൻ, അതല്ലെങ്കിൽ വിശക്കുന്നവന്റെ വിശപ്പകറ്റുക തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ. വലഅൻ അംശിയ മാ അഖിൽ മുസ്ലിം ഫീ ഹാജത്തിൻ, അതേ ഹദീസിൽ തന്നെ പറയാണ് എന്ത്? വലഅൻ അംശിയ മാ അഖിൽ മുസ്ലിം ഫീ ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅതകിഫ ഫിൽ മസ്ജിദി ഷഹറ. ഒരു മാസം ഒരു പള്ളിയിൽ ഈതികാഫിരിക്കുന്നതിനേക്കാളും പുണ്യമാണ് തന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ കാര്യത്തിന്റെ പിന്നാലെ നടക്കുക എന്നുള്ളത്. ഒരു മാസം പള്ളിയിൽ ഈതികാഫിരിക്കുന്നതിനേക്കാളും പുണ്യം കിട്ടുന്നുണ്ട് തന്റെ സഹോദരൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവന്റെ മനസ്സിൽ സന്തോഷം നൽകുക, അവന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത്, അവന്റെ പ്രശ്ന പരിഹാരത്തിനായി നീങ്ങുക എന്നുള്ളത്. അത്രത്തോളം പ്രാധാന്യമുണ്ട് ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. മറ്റുള്ള ആളുകളുടെ കാര്യം നോക്കാൻ നമ്മുടെ കൂടി ബാധ്യതയാണ്, സ്വന്തം കാര്യം മാത്രമല്ല. എങ്കിലേ അവൻ വിശ്വാസിയായി തീരുകയുള്ളൂ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, തനിക്ക് സ്വന്തം ഇഷ്ടപ്പെടുന്ന കാര്യം തന്റെ സഹോദരനും ഉണ്ടായിത്തീരുന്നതുവരെ, ലഭിക്കുന്നതുവരെ, ഉണ്ടായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നതുവരെ എന്താവില്ല ഒരാളും തന്നെ മുസ്ലിമായി തീരുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അതിൽപ്പെട്ടതാണ് സുഹൃത്തുക്കളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നല്ല വാക്ക് പറയാം. റസൂലുള്ളാഹി പറഞ്ഞു, വൽ കലിമത്തു ത്വയ്യിബത്തു സദഖത്തുൻ, മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്. വൽ കലിമത്തു ത്വയ്യിബത്തു സദഖത്തുൻ, നല്ല വാക്ക് പറയല്,
അതും സദഖയാണ്. അനങ്ങിയ വായെടുത്ത ചീത്ത പറയും കളവ് പറയുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാകരുത്, അതാവരുത് നമ്മൾ. അതേ പ്രകാരം ദാനധർമ്മം, സൽസ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി ദാനധർമ്മം എന്നത് നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു ചോദിച്ചുള്ള പോലും എന്താണ് ഒരു സദഖയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പറഞ്ഞത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. അതേ പ്രകാരം പുഞ്ചിരിക്കുക എന്നുള്ളത് തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖത്തുൻ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും ഒരു ഗൗരവമില്ലാത്ത, എപ്പോ കാണുമ്പോഴും ഓനൊരു ഗൗരവത്തോടു കൂടി എന്തോ ഒരു പ്രത്യേകത പോലെ ഇല്ലാത്ത രൂപത്തിൽ, ചിരിക്കാത്ത രൂപത്തിൽ, ഒരു യന്ത്രത്തെ പോലെ മുന്നിൽ കണ്ടിക്കുന്ന ആളുകൾ, അതാവരുത് നമ്മൾ. ഓന് ഏതൊരാളും, ഒരു പണക്കാരൻ ഒരു പാവപ്പെട്ടനെ കണ്ടാൽ ചിരിക്കാത്ത അവസ്ഥ ഉണ്ടാവരുത്. ഒരു മന്ത്രി അതല്ലെങ്കിൽ സാധാരണക്കാരായ കാണുമ്പോൾ അവന് വല്ല ഉഷാറായി നടന്നു പോകുന്ന ഒരു പുഞ്ചിരിക്കുക പോലും ചെയ്യാത്ത രൂപത്തിലുള്ള, ഞാൻ ഉയർന്ന സ്റ്റാൻഡേർഡിലാണല്ലോ, അവർ താഴ്ന്ന ആളുകളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കാൻ പാടുള്ളതല്ല. ആ രൂപത്തിലാകരുത്. പുഞ്ചിരിക്കുക പോലും, അതുപോലും പുഞ്ചിരിക്കുന്നതിന് പോലും സദഖയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവം. അങ്ങനെ തന്നെയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മാ റഅയ്തു അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനേക്കാൾ ഏറ്റവും കൂടുതൽ പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം തുർമിദിയുടെ ഹദീസിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും സ്വന്തം മാതാപിതാക്കളോട് പോലും ഒന്ന് ചിരിക്കാത്ത ആളുകളുണ്ടാവും. ഉപ്പാനോട് ചിരിക്കേ, ഉപ്പാനോട് സലാം പറയാം, ഉമ്മാനോട് സലാം പറയാം. അതൊരു രണ്ടാം നമ്പർ അല്ലേ? എന്താണ് അവനൊക്കെ കരുതുക? ഗൾഫിൽ നിന്നൊക്കെ പോയി വന്നാൽ തന്നെ, അല്ലെങ്കിൽ വീട്ടിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ വീട്ടിൽ അടുത്ത് കയറി വരുമ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവ വന്നിക്കണമെന്ന് അറിയിക്കലാണ്, ഒരു ചുമയാണ്, കൊരക്കലാണ്. അതല്ലാതെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറുന്ന ഒരു സ്വഭാവം നമ്മളില്ല. അങ്ങനെ ഞാൻ വരുന്നുണ്ട് എന്നുള്ളവർക്ക് ഒരിങ്ങനെ ആശ. ചില പിതാക്കന്മാർ അങ്ങനെയാണ്. പിതാക്കന്മാർ വരികയാണെങ്കിൽ ഉപ്പ വരുന്നുണ്ട് എന്ന് അറിയില്ല തന്നെ ഉപ്പാന്റെ എന്നുള്ള ഒരു ശബ്ദം കേട്ടിട്ടായിരിക്കും. ആവരുത്. സലാം കൊണ്ട് അഭിസംബോധന ചെയ്യുന്ന ആളുകളായി നാം മാറിയിരിക്കേണ്ടതായിരിക്കും. എത്രത്തോളം വെച്ചാൽ എത്ര ആളുകളാണ് ആളുകളുടെ സ്വഭാവം, നമ്മുടെ സ്വഭാവം നന്നാത്തത് കാരണം പ്രയാസപ്പെടുന്നത്. വീട്ടിലെ സ്വന്തം വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരോട് പോലും, അതല്ലെങ്കിൽ തന്റെ ആമിലെ ജോലിക്കാരോട് പോലും വേലക്കാരികളോടും മോശമായി പെരുമാറുന്ന ആളുകള്, ആ രൂപത്തിലുള്ള സ്പോൺസർമാര്, ആ രൂപത്തിലുള്ള കഫീലുമാര്, ഇത്രത്തോളം പ്രവാസികളായി നമുക്ക് വളരെയധികം അറിയുന്ന കാര്യങ്ങളാണ്. അറബ് നാടുകളിൽ പ്രത്യേകിച്ച് എനിക്കറിയാം. അറബ് നാടുകളിൽ, സൗദി അറേബ്യ ആവട്ടെ, മറ്റു നാടുകൾ, അറബ് നാടുകളിലൊക്കെ അധിക വീടുകളിലും ഖദ്ദാമമാരുണ്ട്. അധിക വീടുകൾ എന്തുണ്ട്? ഖാദിമമാരുണ്ട്, ഖദ്ദാമകൾ നമ്മൾ പറയാറുണ്ട്, ജോലി വേലക്കാരികൾ. എത്രയോ ആളുകൾ, എത്ര റിപ്പോർട്ടുകളാണ് അറബ് പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാനസികമായി പീഡിപ്പിക്കുന്ന ആളുകൾ, ശാരീരികമായി പീഡിപ്പിക്കുന്ന ആളുകൾ. ആര്? സ്വന്തം വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരികളെ. ലൈംഗികപരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നത്, സാമ്പത്തികപരമായിട്ട് ജോലിയെടുത്ത് മാസങ്ങളോളം ജോലിയെടുത്തിട്ട് 500-600 റിയാൽ ശമ്പളം വെച്ചിട്ട് ജോലിയെടുത്തിട്ട് അതിനുള്ള ശമ്പളം പോലും നൽകാതെ പീഡിപ്പിക്കുന്ന ആളുകളെ എവിടെ പോയി ഇവരുടെ സ്വഭാവം? അത് ഏതെങ്കിലും രാജ്യക്കാരെ മാത്രം ഉൾപ്പെടുത്തി പറയല്ല, അത് നമ്മുടെ നാട്ടിലാണെങ്കിലും അവിടെ വരുന്ന നമ്മുടെ ജോലിക്കാർക്ക് നാം തക്കതായ പ്രതിഫലം നൽകേണ്ടതുണ്ട്. അറിയോ, നെട്ടിപ്പിക്കുന്നൊരു വാർത്ത ഏകദേശം 2-3 ആഴ്ച മുമ്പ് അറബി പത്രങ്ങൾ വായിച്ച ആളുകൾക്ക് അറിയാം. ഒരു താല എന്ന് പറയുന്ന ഒരു സൗദി പെൺകുട്ടിയെ, 4 വയസ്സുള്ള സൗദി പെൺകുട്ടിയെ യാംബുവിലെ സനായിയയിൽ ഒരു വീട്ടുവേലക്കാരിയായ ഇന്തോനേഷ്യൻ ഖദ്ദാമ അറുത്തു കൊന്ന സംഭവം. 4 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ ജോലി ചെയ്യുന്ന ഖദ്ദാമ കട്ടിലിൽ കിടത്തി കഴുത്തറുത്ത് കൊന്ന ഫോട്ടോ, രക്തം കെട്ടിക്കിടക്കുന്ന ഫോട്ടോകൾ അറബ് പത്രങ്ങൾ വായിച്ചവർക്കറിയാം. എവിടെ പോയി സംസ്കാരം? തെറ്റാരെടുത്താണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തെങ്കിലും സ്വന്തം ആ വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി ഉമ്മ കുട്ടിയെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച്, ഉമ്മ മദ്രസ അധ്യാപികയായ ഉമ്മ പുറത്തു പോയി, ഉപ്പ ജോലിക്കും പോയി,
വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് ഉമ്മ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അതാ ഖദ്ദാമ വിളി കേൾക്കുന്നില്ല. മകളെ വിളിച്ചു, മകൾ വിളി കേൾക്കുന്നില്ല. സംഭവങ്ങൾ ഈ അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഈ യാമ്പൂരിൽ വെച്ച് നടന്നതാണ്. പത്രങ്ങളുടെ വായിച്ച ആളുകൾക്കറിയാം. അപ്പോ ഇതിന്റെയൊക്കെ കാരണം എന്തായിരിക്കാം? ആ വീട്ടിലെ ആളുകളുടെ സ്വഭാവമായിരിക്കാം. ചിലപ്പോൾ ആ വീട്ടിലെ തന്റെ സ്പോൺസറോടുള്ള, അതല്ലെങ്കിൽ തന്റെ വീട്ടിലെ മാഡത്തിനോടുള്ള അവരുമായിട്ടുള്ള പെരുമാറ്റ സ്വഭാവം, ദേഷ്യമായിരിക്കാം തന്റെ സ്വന്തം മക്കളിൽ തീർക്കുന്നത്. ആരായിരുന്നാലും എവിടെ പോയി ജനങ്ങളുടെ സംസ്കാരം എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ അടുക്കളയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപം എന്താ? സ്വന്തം വേലക്കാരോടാണെങ്കിലും അഷ്റഫുൽ ഖൽഖിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. ആരാണ് അനസ്? റസൂലിന്റെ ഖാദിമുർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിം, സേവകൻ, വേലക്കാരൻ. ഖദംതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ 10 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം അനുഷ്ഠിച്ചു, ഖിദ്മത്ത് ചെയ്തു ഞാൻ 10 വർഷം. എന്നിട്ടോ വല്ലാഹി മാ ഖാല ലീ ഉഫ്ഫിൻ ഖത്തു, ഒരിക്കലും തന്നെ ഞാൻ എന്നുള്ളൊരു വേർഡ് പോലും, അത് ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ളൊരു വേർഡ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഈ 10 വർഷത്തിനിടയ്ക്ക് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നമുക്ക് മാതൃക അവിടെ റസൂലായിരിക്കുന്ന സുഹൃത്തുക്കളെ. അതേ പ്രകാരം ഒരു കാര്യത്തിലും എന്നോട് പറഞ്ഞിട്ടില്ല എന്ത് ലിമ ഫഅൽത കദാ വഹല്ലാ ഫഅൽത കദാ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, എന്തിനാ എനിക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്നുള്ള ഒരു ചോദ്യം റസൂൽ ചോദിച്ചിട്ടില്ല. അതാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവം. അതായിരിക്കണം നമ്മുടെ മാതൃക. നമ്മുടെ വേലക്കാരന്മാരോടാകട്ടെ ആരോടായിരുന്നാലും സ്വന്തം മാതാപിതാക്കളോട് പോലും ഉഫിൻ എന്നുള്ള വേർഡ് പോലും പ്രയോഗിക്കരുത് എന്ന് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. മാതാപിതാക്കളോട് നന്മ ചെയ്യുവാൻ വേണ്ടി പഠിപ്പിക്കുന്ന ആ ആയത്തിൽ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. സ്വന്തം മാതാപിതാക്കളോട് അത് ശരിയായില്ല, എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നതിലേക്ക് അവരുടെ കയർക്ക് സംസാരിക്കുകയോ അവർക്കെതിരെ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് അള്ളാഹു തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. അതേ പ്രകാരം നാം മനസ്സിലാക്കേണ്ടതാണ് സൽ സ്വഭാവമായി പറയുമ്പോൾ സത്യസന്ധത. നമ്മുടെ ജീവിതം സഫലമായി തീരണമെങ്കിൽ സത്യസന്ധത നമ്മുടെ ഏതൊരു വിശ്വാസിയുടെയും ആദർശ സ്നേഹികളുടെയും, അതല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹു തന്നെ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക, വകൂനൂ മഅസ് സാദിഖീൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് അള്ളാഹു പറഞ്ഞതിന് ശേഷം രണ്ടാമതായി അള്ളാഹു സുബ്ഹാനഹു പറയുന്നത് വകൂനൂ മഅസ് സാദിഖീൻ, നിങ്ങൾ സാദിഖീങ്ങളുടെ കൂടെ, സത്യവാന്മാരുടെ കൂട്ടത്തിലായിത്തീരുക. സൂറത്ത് തൗബ 119 ആയത്ത് വിശദീകരിച്ച് എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. തഖ്വയോട് കൂടി അള്ളാഹുവിലുള്ള വിശ്വാസത്തോട് കൂടി അള്ളാഹു എണ്ണിയത് സത്യസന്ധതയാണ്, സത്യവാന്മാരായിത്തീരുകയാണ്. അതിൽ നമുക്ക് മാതൃക നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി, അദ്ദേഹത്തിന്റെ മാതൃകയാണ് നമ്മൾ കാണേണ്ടത്. അതാണ് ആയിഷ റളിയല്ലാഹു, സ്വന്തം ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മാ കാന ഖുലുഖൻ അബ്ഗള ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ കദിബ്, റസൂലിന് ഏറ്റവും ദേഷ്യമുള്ള ഒരു സ്വഭാവം അതെന്തായിരുന്നു? കളവ് പറയുക എന്നുള്ളതായിരുന്നു. അതിനേക്കാൾ വലിയ ദേഷ്യമുള്ള ഒരു സ്വഭാവം റസൂലുള്ളാഹിക്ക് ഇല്ല എന്ന്. അതാണ് ഏറ്റവും വലിയ ദേഷ്യമുണ്ടായിരുന്നത് റസൂലുള്ളാഹിക്ക്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ വായിന്നെടുത്ത ചില സംസാരിച്ചാൽ തന്നെ കളവായിരിക്കും ചില ആളുകൾ. എന്ത് പറയുകയാണെങ്കിൽ സംസാരിച്ചാലും പറഞ്ഞതിൽ 90% ശരിയുണ്ടാവുള്ളൂ, 10% ശരിയുണ്ടാവുകയുള്ളൂ, 90% കളവായിരിക്കും എന്നിവരെ ചില ആളുകൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്ന ആളുകളുണ്ട്, സ്വന്തം കൂടെ താമസിക്കുന്ന ആളുകൾ, മുസ്ലിങ്ങളെ കുറിച്ച്. റസൂലുള്ളാഹിന്റെ മാതൃക തമാശക്ക് പോലും കളവ് പറയരുത്, തമാശക്ക് പോലും. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാൻ സാധിക്കും, ആ ഒരു തമാശക്ക് പോലും കളവ് ഒഴിവാക്കുന്ന ആളുകൾക്ക് അന സഈമും ബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് ഞാൻ അവനക്ക് നിർമ്മിക്കപ്പെടുവാൻ ഞാൻ അവനക്ക് ജാമ്യം നൽകുന്നതാണ്, അതല്ലെങ്കിൽ വാഗ്ദത്തം നൽകുന്നു. റസൂലുള്ളാഹി പറയാണ്, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഭവനം നിർമ്മിക്കപ്പെടുന്നത് വളരെ എണ്ണപ്പെട്ട ഒരു 5-8 കാര്യങ്ങൾക്ക് മാത്രമാണ്. അതിൽപ്പെട്ട ഒന്നാണെന്ത്?
തമാശക്ക് പോലും കളവ് ഒഴിവാക്കുക. ആദ്യത്തിന് വലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹൻ, കളവ് ഒഴിവാക്കുന്നത് വഇൻ കാന മാസിഹൻ മിസാഹ്, അതായത് തമാശക്കാണെങ്കിലും കളവ് പറഞ്ഞത് ഒഴിവാക്കിയാൽ അവർക്ക് എന്താണ് പ്രതിഫലം? പരലോകത്ത് ഒരു ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ചു നൽകുന്നതാണ്. കുട്ടികളെ കളിപ്പിക്കുമ്പോൾ പോലും റസൂലുള്ളാഹിന്റെ മാതൃക എന്താണ്? അത് പഠിക്കുക. സ്ഥിരമായി കേൾക്കുന്ന നമ്മുടെ ഹദീസുകളിലൂടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയട്ടെ, അനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ ഖാല ലിസബിയ്യിൻ, ആരെങ്കിലും ഒരു കുട്ടിയോട് പറയാണ് എന്ത്, തആൽ വരൂ വരൂ എന്ന് പറയുകയും തആൽ ഹാക്ക്, ഞാൻ ഇന്ന സാധനം തരാം, ഇത് തരാൻ എനിക്ക് എന്ന് പറഞ്ഞ ആ കുട്ടിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് സുമ്മ ലം യുഅതിഹി വഹിയ കദിബത്തുൻ, ഒരു കുട്ടിക്ക് ഇവിടെ അത് തരാം, നമ്മളെ മൊബൈലൊക്കെ അതിന് പേൻ എടുത്ത് കാണിച്ചിട്ട് കുട്ടിയെ വിളിച്ചു വരും. എന്നിട്ട് കുട്ടി ഇവിടെ എത്തിയാൽ കുട്ടി നമ്മൾ പിടിച്ചു വെക്കുന്നുണ്ട്, പേന കീശിലേക്ക് വിളിച്ചു. അതുപോലും കദിബത്ത് ഫഹിയ കദിബത്ത്, അത് കൊടുക്കാതിരുന്നാൽ അതും അവൻ ചെയ്യുന്ന ഒരു കളവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത്രത്തോളം സൂക്ഷ്മത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നു. അത് മതത്തിന്റെ പേരിലായിരുന്നാലും മതത്തിന്റെ ദീനിന്റെ പേരിലായിരുന്നാലും ഗൗരവം കൂടും സുഹൃത്തുക്കളെ. ഇന്ന് പല ആളുകളും ഇന്ന് സലഫി പ്രസ്ഥാനത്തിന്റെ സലഫി ആദർശത്തിനെ തടയിടാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. ദീനിന്റെ പേരിൽ കളവ് പറയാം. എന്താണ് അവർക്കുള്ള ശിക്ഷ സുഹൃത്തുക്കളെ? മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, മനഃപൂർവ്വം ആരെങ്കിലും എന്റെ പേര് കളവുണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, അവന് നരകത്തിൽ അവന്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ. ദീനിന്റെ വിഷയത്തിൽ എന്ത് സംസാരിക്കുമ്പോൾ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കറിയാം അത് കളവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പ്രതിഫലം നരകമാണ്. അതുകൊണ്ട് അറിയാത്ത വിഷയങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കുക, ചർച്ച ചെയ്യാതിരിക്കുക. അതാണ് സലഫികളായ ആളുകളുടെ നിലപാട്. ഞാൻ സ്വീകരിക്കേണ്ട മാതൃക എന്ന് മനസ്സിലാക്കുക. അതുപ്രകാരം കച്ചവടത്തിൽ കൃത്യം 11:55 ഇൻഷാ അല്ലാഹ് നമ്മൾ നിർത്തിയില്ലെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കണം. 11 മണിക്ക് ബാങ്ക് വിളിക്കുന്നു. നമ്മുടെ കച്ചവടത്തിൽ പോലും സത്യസന്ധത എവിടെയാണ്? പ്രത്യേകിച്ച് പ്രവാസികൾ, നമ്മുടെ മേഖല കച്ചവടം. പല രൂപത്തിൽ ചതിയും വഞ്ചനയും കച്ചവടത്തിന് പേരിലും. സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങൾ അത് പുതിയതാണെന്ന് പറഞ്ഞിക്കാണ്ട് അതല്ലെങ്കിൽ ചൈനന്റെ സ്റ്റിക്കറൊക്കെ മാറ്റിയിട്ട് അത് ജർമ്മനി ഏതൊക്കെ ആക്കിയിട്ട് ഒട്ടിച്ച് വിൽപ്പന നടത്തുന്ന ആളുകൾ എവിടെയാണ്? ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി. എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ ഒരു വാഹനം കച്ചവടം ചെയ്യുകയാണ്, അത് ഇന്ന ന്യൂനതയുണ്ട്, അതിന്റെ എഞ്ചിൻ കംപ്ലൈന്റ് ആണ് എന്ന് പറയാതെ, ന്യൂനത പറയാതെ ആ സാധനം വിൽക്കാൻ പാടില്ല. വഞ്ചനയാണ് സുഹൃത്തുക്കളെ. കച്ചവടത്തിലുള്ള സത്യസന്ധത ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഏത് സാധനമാണ്? ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, ലാ യഹില്ലു ലിമുസ്ലിമിൻ യബീഉ സൽഅ, ഒരു സാധനം ഒരു മുസ്ലിമിന് വിൽക്കാൻ പാടുള്ളതല്ല. എങ്ങനെയാണെങ്കിൽ യഅലമു അന്നഹാ അന്ന ബിഹാ ദാഉൻ ഇല്ലാ അഖ്ബറ ബിഹി, അതിന് ഇന്ന കുഴപ്പമുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന് ഇന്ന പ്രശ്നമുണ്ടോ, അതിന്റെ സൗണ്ട് ശരിയില്ല, അതല്ലെങ്കിൽ അതിന്റെ ബ്ലൂടൂത്ത് വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അത് നമ്മുടെ വോയിസ് ആണ്, സൂപ്പറാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അതുപോലും അവരുടെ കച്ചവടത്തിലുള്ള വഞ്ചനയാണ്. അതേ പ്രകാരം വിശ്വസ്തത, അമാനത്ത് ഇതിന് മനസ്സിലാക്കേണ്ട പ്രധാന ഒരു പോയിന്റാണ്. അമാനത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും കരുതില്ല ആരെങ്കിലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചെന്നൊരു കാശാണ്. എൻ്റെ അമാനത്ത് വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെടുന്ന കാര്യം എന്നാണ്. അത് മാത്രമല്ല അമാനത്ത് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളും അമാനത്താണ്. കാശ് മാത്രമല്ല, തൻ്റെ ജോലികളും. ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പലരും പല കഫീലിന്റെയും കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. കഫീലിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ നമ്മുടെ ബാധ്യതയാണ്. അത് നിറവേറ്റുക തന്നെ, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റുക തന്നെ ചെയ്യേണ്ടതുണ്ട്. കച്ചവടത്തിലാണെങ്കിൽ പോലും അത് ആത്മാർത്ഥത ഉണ്ടായിരിക്കും. വേണമെങ്കിൽ കഫീൽ ചെയ്ത് നമുക്ക് ശമ്പളം തരുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി അത് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം കഫീൽ കാണുന്നില്ല എങ്കിലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം സുഹൃത്തുക്കളെ. ഇന്നൊക്കെ പല ആളുകളും എന്താണ് വഞ്ചനയോടുകൂടി, കളവിലൂടെയാണ് കാശുണ്ടാക്കിയിട്ടുള്ളത്, വീടുണ്ടാക്കിയിട്ടുണ്ട്. പല ആളുകളുടെയും വീടിന്റെ വരുമാനം, ഇവർക്ക് ഇവിടെ ശമ്പളം 800 ആണെങ്കിലും അവിടെ ശമ്പളം 4000 5000 ശമ്പളമുള്ള രൂപത്തിലുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്ന് അന്വേഷിക്കുമ്പോൾ അത് കഫീലിന്റെ വലിപ്പാണ്.
കഫീലിന്റെ വലിപ്പിൽ നിന്ന് ദൈനംദിനം 100 റിയാൽ 200 അതല്ലെങ്കിൽ 500 റിയാൽ വലിച്ചുകൊണ്ട് തന്റെ കീശയിലേക്ക് ഇട്ടുകൊണ്ട് ദൈനംദിനം കളവ് എടുക്കുന്ന ആളുകൾ ഉണ്ട്. സൗദി അറേബ്യയിൽ പോയി എത്രയോ ആളുകൾ സ്വന്തം അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പശ്ചാത്തപിച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, UAE ജോലി ചെയ്ത ഒരു സുഹൃത്ത്, അദ്ദേഹം പറയാണ്, ഞാൻ കുറെ എന്റെ സുഹൃത്തുക്കളായ ആളുകൾക്ക് പലർക്കും വാച്ച് കച്ചവടം കഫീലിന്റെ കടയിലായി 500, 600, 1000 എല്ലാം വിലയുള്ള വാച്ചുകൾ ഞാൻ സൗജന്യമായി കൊടുത്തിട്ടുണ്ട്. സ്വന്തം ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ കട്ടെടുത്ത് നാട്ടിലെ എല്ലാ ആളുകൾക്കും വിതരണം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഉംറയ്ക്ക് വന്ന് മദീന യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അതാ മദീനയിൽ വെച്ച് കണ്ടുമുട്ടിയ പറയാണ്, ഞാൻ ഉംറ ചെയ്യാൻ വന്നിട്ടുള്ളത് എന്തിനാ, എനിക്ക് വേണ്ടിയില്ല, ഒരു പാകിസ്ഥാനിക്ക് വേണ്ടിയിട്ടാണ്. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ നാട്ടിൽ ബാക്കി എന്താണ് കാരണം? ഈ ജോലി ചെയ്ത് കുറെ കാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പാകിസ്ഥാനിലേക്ക് വിളിച്ചു. ആ കടയുടെ ഉത്തരവാദിത്തം പാകിസ്ഥാനിക്ക്. ഇയാൾ കളവ് നടത്തുന്നതിനൊക്കെ കാശ് ഉത്തരവാദി ആരാണ്? ഈ പാകിസ്ഥാനാണ്. അങ്ങനെ അവസാനം ഇയാൾക്ക് ഖേദം വന്നു. ഇയാൾ വിളിച്ചു പാകിസ്ഥാനിലേക്ക്, എടാ ഞാൻ ഇത്ര 5-6 വർഷം മുമ്പ് ഞാൻ എൻ്റെ കാശ് കുറെ എൻ്റെ വാച്ച് കുറെ കളവ് നടത്തിയിട്ടുണ്ട്, എന്താ ചെയ്യാൻ എനിക്ക് പുറത്തു തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഒരു ഉംറ ചെയ്യും എനിക്ക് വേണ്ടി. അതും അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടി ഉംറ ചെയ്യാന്നുള്ളത് തെറ്റാണ്. കഴിവുള്ള ആളുകൾക്ക് വേണ്ടി ഉംറ ചെയ്യാന്നുള്ളത് അതും തെറ്റാണ്. അപ്പൊ ഏതായിരുന്നാലും ഈ രൂപത്തിൽ ആളുകൾ പിന്നീട് ഖേദിച്ച് മടങ്ങാണ്. അത് അവർ തുടക്കത്തിൽ തന്നെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുക. നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാം വന്നു പോകുന്ന ഒരു റിയാൽ പോലും, ഹറാമിന്റെ സമ്പത്ത്, ഹറാമിന്റെ ധനം എന്നിലേക്ക് വരില്ല, എൻ്റെ ഈ സമ്പത്തിലേക്ക് വരില്ല എന്ന് നാം ഓരോരുത്തരും ഉറച്ച തീരുമാനമെടുക്കുക. അതിൽ തന്നെ സൽസ്വഭാവം പറയുമ്പോൾ, നമ്മുടെ ജീവിതം സഫലമായി തീരേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നാണ് വിനയം, താഴ്മ എന്നുള്ളത്. ഒരിക്കലും അഹംഭാവികളായി തീരാൻ പാടുള്ളതല്ല. നമ്മൾ തന്നെ പഠിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ദിവ്യ സന്ദേശം നൽകിയിട്ടുണ്ട്, വഹി നൽകിയിരിക്കുന്നു. എന്ത്? അൻ തവാളു, നിങ്ങൾ വിനയാൻവിതരായിരിക്കണം എന്നുള്ളത്. ഇതുവരെ ഹത്താ ലാ യബ്ഗി അഹദൻ അലാ അഹദിൻ, ഒരാളും മറ്റൊരാളുടെ മേൽ അതിക്രമം കാണിക്കാൻ പാടുള്ളതല്ല. വലാ യഫ്ഖർ അഹദൻ അലാ അഹദിൻ, ഒരാളും മറ്റൊരാളുടെ പേരിൽ ഗർവ് നടിക്കാൻ, ഫഖ്ർ നടിക്കാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അത് ഇങ്ങനെ വിശദീകരിച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നില്ല. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നിങ്ങൾ ഉണർത്തിക്കൊണ്ട് പോവുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വിഷയം അഹങ്കാരം, അഹംഭാവം, വിനയം എന്നൊക്കെ പറയുമ്പോൾ ഫലപ്പെട്ട പണക്കാരായ ആളുകൾ പാവപ്പെട്ടവരെ കാണുമ്പോൾ ഞാനെങ്ങനെ അവൻ്റെ കൂടെ അവൻ്റെ നേരെ താഴ്ന്നു കൊടുക്കുക എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ആരിൽ നിന്നും ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. അതേപ്രകാരം ലജ്ജ, ഹയാ, റസൂലുള്ളാഹി പഠിപ്പിച്ചത് ലജ്ജ അത് ഈമാനിന്റെ ഒരു ഭാഗമാണ് എന്നാണ്, ഈമാനിന്റെ ഒരു ശാഖയാണ്. ഇതിനും നമുക്ക് മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. റസൂലുള്ളാഹി അങ്ങേയറ്റം ലജ്ജാശീലനായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങേയറ്റം ലജ്ജയുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അബൂ സഈദ് റളിയല്ലാഹു തആല പറഞ്ഞ ഹദീസിൽ ഖാൽ, അദ്ദേഹം പറയുന്നു, ഫഇദാ റആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ യുക്രിഹു, റസൂലുള്ളാഹിക്ക് വെറുപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും, വെറുപ്പാണ് തോന്നുന്ന എന്തെങ്കിലും റസൂലുള്ളാഹി കണ്ടിട്ടുണ്ടെങ്കിൽ അറഫ്നാഹു ഫീ വജ്ഹിഹി, അതിന്റെ മുഖത്ത്, റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എന്ന്. പക്ഷേ ലജ്ജ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ അറിവ് കരസ്ഥമാക്കുന്ന വിഷയത്തിൽ ലജ്ജ പാടുള്ളതല്ല. അറിവ് കരസ്ഥമാക്കുന്ന വിഷയത്തിൽ നമുക്ക് ലജ്ജ ഉണ്ടാവാൻ പാടുള്ളതല്ല. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ ലജ്ജ ഉണ്ടാവാൻ പാടുള്ളതല്ല. സത്യം പറയുന്നത്, സത്യമായിരിക്കും, പക്ഷേ അത് പറയാൻ എനിക്ക് മടിയാണ്, എനിക്ക് ലജ്ജയാണ്, ഞാൻ പറഞ്ഞാൽ മോശമല്ലേ എന്നുള്ള രൂപത്തിൽ സത്യം പറയുക. ദീൻ പഠിക്കുന്ന വിഷയങ്ങളിൽ എന്താണ് ഉസ്താദിനോട് ചോദിച്ചാൽ മടിയല്ല, ചോദിക്കുകയാണെങ്കിൽ മടിയാണ്, എനിക്ക് ലജ്ജയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ടതല്ല. ഈ വിഷയത്തിൽ സഹാബി വനിതകൾ പോലും ആ വിഷയത്തിൽ നമുക്ക് മാതൃകയാണ്. അതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എതിർപക്ഷമായി ചിന്തിക്കുമ്പോൾ ദുസ്വഭാവം ഒഴിവാക്കുക. അതിന്റെ ഓപ്പോസിറ്റ് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിന് തിന്മയായിട്ട് എന്താണ് ദുസ്വഭാവങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ചതി, അക്രമം, കോപം, അസൂയ, വിദ്വേഷം, അഹങ്കാരം, പിശുക്ക് തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ, ഇതെല്ലാം നിർബന്ധമായി നമ്മിൽ നിന്ന് ഒഴിവാകേണ്ടതാണ്. ഒരിക്കലും ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കെ അവന്റെ ജീവിതം സഫലമായി തീരുകയില്ല എന്ന് ഹദീസുകളുടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അസൂയയെക്കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഇയ്യാകും വൽ ഹസദ്, നിങ്ങൾ അസൂയയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത്ത്, നിശ്ചയം അസൂയ ഹസദ് എന്നുള്ളത് യഅകുലുൽ ഹസനാത്ത്, നമ്മുടെ നന്മകൾ അങ്ങനെ ത്വാർന്നു തിന്നുകൊണ്ടിരിക്കുന്നതാണ്. അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത നന്മകൾ ഇങ്ങനെ നമ്മിൽ നിന്ന് ഇല്ലാതായി പോകും. അതിങ്ങനെ അസൂയ തിന്നുകൊണ്ടിരിക്കും എന്ന്. കമാ തഅകുലുൻ നാറുൽ ഹതബ്, തീ വിറക് തിന്നുന്നത് പോലെ, ഇങ്ങനെ വിറക് തിന്നത് പോലെ ഇങ്ങനെ ഇല്ലാതായി പോകണം വിറക് തീ കത്തിച്ചു കഴിഞ്ഞാൽ. അതേപോലെ നമ്മുടെ നന്മകൾ ഹസനാത്തുകൾ ഇങ്ങനെ ഇല്ലാതായി പോകും ഒരു അസൂയ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന്. അതേ പ്രകാരം തന്നെ ദേഷ്യവും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നു, അദ്ദേഹം പറഞ്ഞു, ജാഅ റജുലുൻ, ഒരു പുരുഷൻ, ഒരു വ്യക്തി കയറി വന്നു. ഫഖാല യാ റസൂലല്ലാഹ് ഔസിനി, റസൂലുള്ളാഹിന്റെ അടുക്കൽ കയറി വന്നുകൊണ്ട് പറയുന്നു, പ്രവാചകരെ, അല്ലാഹുവിന്റെ ദൂതരെ, ഔസിനി, എനിക്ക് എന്തെങ്കിലും ഉപദേശിച്ചു തന്നാലും, എനിക്ക് ഉപദേശം തന്നാലും. പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. വീണ്ടും വന്നു, അല്ലാഹുവിന്റെ ദൂതരെ, എന്നെ ഉപദേശിച്ചാലും പറഞ്ഞു. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഗ്ളബ്. മൂന്നാമതും റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഗ്ളബ് എന്ന് പറഞ്ഞു മടക്കി, ഒരിക്കലും കോപിക്കരുത്. കോപത്തോടു കൂടി ദേഷ്യപ്പെട്ടുകൊണ്ട് വന്ന് സംസാരിച്ച വ്യക്തിയോട് റസൂൽ നൽകിയ മറുപടിയാണ്. അതേ പ്രകാരം നാം മനസ്സിലാക്കേണ്ടത് അശ്ലീലങ്ങളും നീചവൃത്തികളും ഒഴിവാക്കുക. അശ്ലീലങ്ങളും നീചവൃത്തികളും നമ്മിൽ നിന്ന് ഒഴിവാക്കുക. സിനിമകളും സീരിയലുകളും സെക്സ് ഫിലിമുകളും, അതേ പ്രകാരം മ്യൂസിക് ആൽബങ്ങളാവട്ടെ, മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട്, മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുവദിച്ചതാണ്. മുസ്ലിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് മാപ്പിളപ്പാട്ട് എന്നാണ് ആളുകൾ. സിനിമ പാട്ട് നമ്മൾ കേൾക്കില്ല, സീരിയൽ അത് നമ്മൾ കേൾക്കില്ല, ഹിന്ദിപ്പാട്ട് നമ്മൾ കേൾക്കില്ല. പക്ഷേ മാപ്പിളപ്പാട്ട് മാത്രമേ കേൾക്കുകയുള്ളൂ. കാരണം അള്ളാഹുവിനെ റസൂലിനൊക്കെ വിളിച്ചുകൊണ്ട് മക്കയും മദീനയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകൾ, ഇതാണ് ഇസ്ലാം അനുവദിച്ചത് എന്ന ചില ആളുകളുടെ ധാരണ. സുഹൃത്തുക്കളെ, എല്ലാ ഇസ്ലാമിക ഗാനങ്ങൾ ഇസ്ലാം അനുവദിച്ചെങ്കിലും അവിടെ മ്യൂസിക് ശക്തമായി ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ്. സംഗീതം ശക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്തിട്ടുള്ള വിലക്കിയിട്ടുള്ള കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇത് കണ്ട് ആസ്വദിച്ചിങ്ങനെ നേരം കളയാണ്. പ്രത്യേകിച്ച് പ്രവാസി സഹോദരിമാരെ കൂടെ, ഒരു ടി വി ഇല്ലാത്ത ഒരു സഹോദരിക്ക് ജീവിക്കാൻ വളരെ പ്രയാസമാണ്. അതിലേക്ക് കമ്പ്യൂട്ടർ, ഒരു ടി വിയും കമ്പ്യൂട്ടറും നെറ്റും. ഈ കമ്പ്യൂട്ടർ ആണെങ്കിൽ നെറ്റ് വേണം, ടി വി ആണെങ്കിലോ ഇപ്പൊ പഴയ ചാനലില്ലെങ്കിൽ ഭർത്താവിന് പിന്നാലെ നടക്കും. 500 റിയാലുള്ള പുതിയ റിസീവറിന് വാങ്ങിത്തരി പറഞ്ഞ് ഇത്ര കാലം പിന്നാലെ നടക്കുന്നവരാണ്. എന്താണ്? അതില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ നിസ്കരിക്കാൻ പോലും നിൽക്കണമെങ്കിൽ പോലും, നിസ്കരിക്കുന്ന നല്ല നിസ്കാരം 5 നേരം നിസ്കരിക്കുന്ന ആളായിരിക്കും. പക്ഷേ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽ, ആ സീരിയൽ തീർന്നു പോകും, അവസാനിച്ചു പോകും എന്ന് കരുതിക്കൊണ്ട് ആ നമസ്കരിക്കുന്ന മുസല്ല ആ ടി വിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാം. ടി വി ഓഫാക്കൂല. എന്താണ്? അതും കാണണം, നിസ്കരിക്കുമാണ്. അള്ളാഹ്ക്കുള്ള അവകാശം കൊടുക്കണം, ഈ തിന്മ ചെയ്യുമാണ്. അങ്ങനെ പോലും ടി വി പോലും ഓഫാക്കാതെ അവിടെ ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ എവിടെ പോയി? നമ്മുടെ ചിന്ത എവിടെയാണ്? പലപ്പോഴും പലരൊക്കെ നിസ്സാരമായി തള്ളുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിത്തീരേണ്ടതാണ്. നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ നാം ഒഴിവാക്കേണ്ടതുണ്ട്. റബ്ബിന്റെ ശിക്ഷ ഏതൊരാൾക്കും വന്നുകൂടും എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കാം. കള്ളുകുടി ദുശ്ശീലങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കണം. പ്രധാനമായിട്ട് വളരെ അല്പം ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. കള്ളുകുടിയും പുകവലിയും മുസ്ലിം യുവാക്കളിൽ പോലും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ വചനം നമുക്കറിയാം, വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. നല്ലത് നമുക്ക് ഹലാലാക്കിയിട്ടുണ്ട്, ചീത്ത നമുക്ക് ഹറാമാക്കിയിട്ടുണ്ട്. കള്ളിനെ കുറിച്ചൊക്കെ ഇന്നൊക്കെ പ്രത്യേകിച്ച് പറയട്ടെ, മുസ്ലിം യുവാക്കൾ പോലും 30 റമദാൻ 30 ദിവസം നോമ്പെടുത്ത്, അതേ പെരുന്നാൾ ഈദുൽ ഫിത്റിന്റെ ദിവസം സഹോദരങ്ങളോട് യുവാക്കളോടൊത്ത് പരസ്പരം കൂട്ടുകൂടിയിട്ട് വാഹനം വാടകയ്ക്കെടുത്തുകൊണ്ടവർ യാത്ര പുറത്താൻ ടൂർ പോയിട്ട് 30 ദിവസം നോമ്പെടുത്ത് ആ വ്യക്തി ആ തന്റെ കൂട്ടുകാരോടത്ത് മോശപ്പെട്ട കൂട്ടുകെട്ടുവിന് കൂടെ ഇരുന്നു കൊണ്ട് അവർ കള്ളു കുടിക്കുന്നതോടൊപ്പം താനും കള്ളു കുടിക്കുന്നു. എവിടെ പോയി? 30 ദിവസം എടുത്ത നോമ്പ് അതേ ഒരൊറ്റ കുടി കൊണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് അവനെ ഇല്ലാതെയാക്കുകയാണ്, തച്ചുടക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കുക. വളരെ ശക്തമായ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ തന്നെ വിലക്കിയതാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ല യാ അയ്യുഹല്ലദീന ഇന്നമൽ ഖംറു വൽ മൈസിർ. വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ.
ഈ രൂപത്തിലുള്ള കള്ളാവട്ടെ, അതേപ്രകാരം ചൂതാട്ടമാവട്ടെ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പിശാചിന്റെ പ്രവർത്തനമാണ് എന്നുള്ളത്, മ്ലേച്ഛവൃത്തികളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞത്, ഫജ്തനിബൂ, നിങ്ങളത് ഒഴിവാക്കിക്കൊള്ളുക, വിട്ടു നിൽക്കുക, ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിലേ നിങ്ങൾ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഫഹൽ അൻതും മുൻതഹൂൻ എന്നാണ് പിന്നെ റസൂൽ അല്ലാഹു പറയുന്നത്. നിങ്ങൾക്കതിൽ നിന്ന് വിരമിക്കാനായില്ലേ? ഇനിയും നിങ്ങൾ വിരമിക്കാനായില്ലേ? ഇത് വിശദീകരണം ആവശ്യമുള്ള സൂറത്തുൽ മാഇദ 90, 91, 92 ഭാഗങ്ങളിലൊക്കെ എടുത്ത് നോക്കിയാൽ കാണിക്കും. അത് ഉമ്മുൽ ഫവാഹിഷ്, നീചവൃത്തികളുടെ മാതാവാണ്, സർവ്വ തിന്മയുടെയും താക്കോലാണ് ഖംർ എന്ന് റസൂലുള്ളാഹി വിശദീകരിക്കുകയാണ്. അബൂ ദർദാ റളിയല്ലാഹു തആല പറയുന്നു, ഔസാനി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വസിയ്യത്ത് ചെയ്തു, ഉപദേശിച്ചു, ലാ തശ്റബിൽ ഖംറ, നിങ്ങൾ കള്ള് കുടിക്കരുത്, ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ, കാരണം അത് മിഫ്താഹു കുല്ലി ശർ, എല്ലാ ശർ തിന്മകളുടെയും മിഫ്താഹാണ്, താക്കോലാണ്. ഇതുണ്ട് എത്രയോ ആളുകൾ ഇന്ന് പ്രത്യേക ജയിൽവാസം വഹിക്കുന്ന ആളുകളൊക്കെ എടുത്തു പോയി ജയിലിലൊക്കെ പോയി നോക്കും. കള്ള് കുടിക്കുന്ന മുസ്ലിം, കള്ള് കുടിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട എത്രയോ മുസ്ലിങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾ പോലും അമുസ്ലിങ്ങളെ കൂടെ കള്ള് കുടിച്ച് ജയിലകപ്പെടുന്ന ആളുകൾ എത്രത്തോളം ചുരുങ്ങിയതല്ല. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇതുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. പുകവലി ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള കാര്യം. പണ്ഡിതന്മാർ പ്രത്യേകം അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. ലോക ആരോഗ്യ സംഘടന കണക്കുകൾ എടുത്ത് നോക്കൂ. ലോകത്ത് മൊത്തം വരുന്ന ആശുപത്രികൾ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ രോഗികളിൽ 30% ആളുകളും മദ്യപാനവുമായി ബന്ധപ്പെട്ടുള്ള രോഗികളാണ്. 30% ലോകത്ത് മൊത്തത്തിൽ എടുത്തു നോക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം. അതേപോലെ ലോകത്ത് മദ്യപാനം കാരണമായുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുന്നവർ 14 കോടി. അതിനടിമപ്പെടുന്ന ആളുകൾ 14 കോടികളാണ്. അപ്പോൾ മദ്യപാനികളെ സംബന്ധിച്ച് മനസ്സിലാക്കുക, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവര് മദ്യപാനികൾ, കള്ളു കുടിക്കുന്നവർ, പുകവലിക്കുന്നവരെ ശ്രദ്ധിക്കുക. കള്ളുകുടി അത് വിഗ്രഹാരാധകനായിട്ടാണ് റബ്ബിനെ കണ്ടുമുട്ടുക. ഞാൻ ദീർഘിപ്പിക്കുന്നതിൽ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത 2ാമത്തെ സെഷനും 3ാമത്തെ സെഷനും മഗ്‌രിബ് വരെയുള്ള സെഷനുകളായിട്ട് ഇവിടെ നടക്കാനിരിക്കുന്നുണ്ട്. അതിലും എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുക. ചില ആളുകൾക്ക് വരാതിരിക്കാൻ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ ആളുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും തന്നെ കരുതിയതല്ല ഇങ്ങനെ ജുബൈൽ വന്ന് ക്ലാസ് എടുക്കേണ്ടി വരും എന്നുള്ളത്. ഇന്നലെ രാത്രി 1 മണിക്ക് 1:30 മണിക്കാണ് ഹഫ്റുൽ ബാത്തിന്റെ ക്ലാസ് കഴിഞ്ഞ് ഉറക്കമൊഴിച്ച് ഇങ്ങനെ ഒരാൾക്ക് പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉറക്കമൊഴിച്ച് ഇവിടെ വന്നത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് നിങ്ങളെല്ലാവരും കാണുവാനും പരിചയപ്പെടുവാനും അവസരം കിട്ടി. അള്ളാഹു ഈ ഒരു സംരംഭം ഇതിന്റെ പ്രവർത്തകർക്കും ഇത് സംഘടിപ്പിച്ച ദഅവാ സെന്ററും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين. السلام عليكم ورحمة الله.